മാർക്കറ്റ് അവറിന് ശേഷം പുറത്തുവന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം ജർമ്മനിയിൽ നിന്നും 400 കോടി രൂപയുടെ ഓർഡർ ലഭിച്ച ഡിഫൻസ് സെക്ടറിലെ GRSC എന്ന സ്റ്റോക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ GRSC അല്ലെങ്കിൽ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 6.37% ഇടിഞ്ഞ് 1650 ക്ലോസിംഗ് നൽകി. 18,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 52.87, 52 വീക്ക് ഹൈ 1900, 52 വീക്ക് ലോ 583. കഴിഞ്ഞ 5 ദിവസം കൊണ്ട്, അതായത് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 6% ഇടിഞ്ഞിട്ടും ഒരാഴ്ച കൊണ്ട് സ്റ്റോക്ക് 5% റിട്ടേണും 6 മാസം കൊണ്ട് 101% റിട്ടേണും നൽകി. GRSC എന്ന കമ്പനിക്ക് ജർമ്മൻ ഫിമിൽ നിന്നും 4 കൊമേഴ്സ്യൽ ഷിപ്പുകൾ നിർമ്മിക്കാനുള്ള ഓർഡർ ലഭിച്ചു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ്. 7500 DWT ശേഷിയുള്ള 4 മൾട്ടി പർപ്പസ് ഷിപ്പുകൾ നിർമ്മിക്കാനുള്ള ഓർഡറാണ് GRSC എന്ന കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. 120 മീറ്റർ നീളവും 17 മീറ്റർ വീതിയും 7500 മെട്രിക് ടൺ കാർഗോ വഹിക്കാൻ ശേഷിയുമുള്ള ഷിപ്പുകൾ നിർമ്മിക്കാനാണ് കമ്പനിക്ക് ഓർഡർ ലഭിച്ചിരിക്കുന്നത്. ഇവിടെ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡർ എന്ന കമ്പനി കഴിഞ്ഞ 10 വർഷമായി വാർഷിപ്പുകളും കൊമേഴ്സ്യൽ ഷിപ്പുകളും മാനുഫാക്ചർ ചെയ്യുന്നു. 2014 ആദ്യമായി CGS ബരാക്കുഡ എന്ന പേരിൽ മൗറീഷ്യസ് ഗവൺമെൻറ്റിന് വേണ്ടി അല്ലെങ്കിൽ മൗറീഷ്യസിന് വേണ്ടി ആദ്യ വാർഷിപ്പ് എക്സ്പോർട്ട് ചെയ്തതും GRSC എന്ന കമ്പനിയാണ്. ഇന്ത്യയിൽ നിന്നും എക്സ്പോർട്ട് ചെയ്യുന്ന ആദ്യ വാർഷിപ്പും CGS ബരാക്കുഡ എന്ന വാർഷിപ്പാണ്. അതിനുശേഷം കമ്പനി പല രാജ്യങ്ങൾക്ക് വേണ്ടിയും ഷിപ്പുകളും ബോട്ടുകളും നിർമ്മിക്കുന്നുണ്ട്. റീസെൻ്റ്ലി ബംഗ്ലാദേശ് ഗവൺമെൻറ്റിന് വേണ്ടി അല്ലെങ്കിൽ ബംഗ്ലാദേശിന് വേണ്ടി 6 പെട്രോൾ ബോട്ടുകളും ഒരു TSH ഡ്രെഡ്ജറും കമ്പനി നിർമ്മിച്ചിരുന്നു. അതിനുശേഷം റിപ്പബ്ലിക് ഓഫ് ഗയാനയ്ക്ക് വേണ്ടി ഒരു പാസഞ്ചർ കം കാർഗോ ഓഷൻ ഗോയിങ് ഫെറിയും കമ്പനി മാനുഫാക്ചർ ചെയ്തിരുന്നു. ഓവറാൾ ഷിപ്പ് നിർമ്മിക്കുന്നതിലും അതുപോലെ തന്നെ ഷിപ്പ് എക്സ്പോർട്ട് ചെയ്യുന്നതിലും എക്സ്പീരിയൻസ് ഉള്ള ഒരു കമ്പനിയാണ് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡർ ലിമിറ്റഡ്. വരുന്ന 5 വർഷം കൊണ്ട് ഇന്ത്യൻ മിലിറ്ററി എക്സ്പോർട്ട് 50,000 കോടി രൂപയ്ക്ക് മുകളിലേക്ക് ഉയർത്താനാണ് ഡിഫൻസ് മിനിസ്റ്റർ ലക്ഷ്യമിടുന്നത്. ഇതിൽ നിർണായക പങ്ക് വഹിക്കാൻ ശേഷിയുള്ള ഒരു കമ്പനി കൂടിയാണ് GRSC. പല കമ്പനികൾക്കും, അതായത് GRSC പോലുള്ള സ്റ്റോക്കുകളുടെ ഓർഡർ ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ചാൽ തുടർച്ചയായ കമ്പനികൾക്ക് ഓർഡർ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. റീസെൻ്റ്ലി ബംഗ്ലാദേശ് ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ സൈഡിൽ നിന്നും ഒരു ഹോപ്പർ ഡ്രെഡ്ജർ നിർമ്മിക്കാനുള്ള ഓർഡറും അതിനാവശ്യമായ സ്പെയർ പാർട്സ് സപ്ലൈ ചെയ്യാനുള്ള ഓർഡറും കമ്പനിക്ക് ലഭിച്ചിരുന്നു. സ്റ്റോക്ക് 1700 എന്ന ലെവലിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 1850 വരെ ഉയരും എന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യവും സ്റ്റോക്ക് 1700 എന്ന ലെവൽ ബ്രേക്ക് ചെയ്തപ്പോൾ 1950 വരെ ഉയർന്നിരുന്നു. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 1450, 1400 തുടങ്ങിയ റേഞ്ചുകൾ സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിക്കും. ആൾറെഡി സ്റ്റോക്ക് 1650 എന്ന സപ്പോർട്ടിനടുത്തായിട്ടാണ്. ഈ സപ്പോർട്ട് നഷ്ടമായാൽ 1400-നടുത്തും സ്റ്റോക്കിന് സ്ട്രോങ് സപ്പോർട്ടുണ്ട്. വരും ദിവസങ്ങളിൽ 1700-ന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 1850, 1950 തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഉയരും എന്നാണ് റെലിഗർ ബ്രോക്കേജ് ഏജൻസിയുടെ അനലിസ്റ്റും പറയുന്നത്. ഇനി JM ഫിനാൻഷ്യൽ, ആനന്ദ് റാട്ടി പോലുള്ള ബ്രോക്കേജ് ഏജൻസികൾ പറയുന്നത് സ്റ്റോക്ക് 1600-നും 2000-നും ഇടയിൽ ട്രേഡ് ചെയ്യാനുള്ള സാധ്യതയെക്കുറിച്ചാണ്. GRSC എന്ന സ്റ്റോക്ക് റീസെൻ്റ്ലി 1650-ന് മുകളിൽ ബ്രേക്കൗട്ട് വന്നു. സ്റ്റോക്ക് 1950 വരെ ഉയരുകയും പിന്നീട് കഴിഞ്ഞ ദിവസം 6%-ഓളം കറക്റ്റായി സ്റ്റോക്ക് വീണ്ടും 1650 എന്ന ലെവലിനെ റീടെസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇവിടെ 1650-ൽ നിന്നും സപ്പോർട്ട് ലഭിച്ച് അപ്സൈഡിലേക്ക് പോവുകയാണെങ്കിൽ 2000 എന്ന ലെവലിനെ വീണ്ടും റീടെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും കാരണവശാൽ മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നാൽ തന്നെ 1400, 1450 തുടങ്ങിയ റേഞ്ചിലും സ്റ്റോക്കിന് സപ്പോർട്ട് ലഭിച്ചേക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.